നമ്മൾ ഏതു മേഖലയിൽ അഹങ്കരിച്ചോ ആ മേഖലയിൽ ദൈവം നമ്മളെ എളിമപ്പെടുത്തും. സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ അഹങ്കരിച്ചു നിന്നാൽ കുറച്ചു കഴിയുമ്പോൾ ദൈവം ആ സമ്പത്ത് കണ്ടമാനം ഒന്ന് ഡൗൺ ആവും. സാമ്പത്തികമായി എന്നെ ഒന്ന് എളിമപ്പെടുത്തും ദൈവം. ചില മാതാപിതാക്കൾ പറയും, എന്റെ മക്കളാണ് പ്രധാനപ്പെട്ടത്, മക്കളാണ് പഠിക്കാൻ ഏറ്റവും ടോപ്പ്, അവര് പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു, അവരുടെ ജോലി സാധ്യത വരുമ്പോൾ ഉണ്ടാകും ഏറ്റവും പുറകെ കിടന്നവൻ വരെ അതിനേക്കാൾ മുമ്പ് ജോലി കിട്ടിപ്പോകും. നമ്മൾ എന്തിൽ കൂടുതൽ അഹങ്കരിച്ചോ, എന്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ ആശ്രയിച്ചോ ആ മേഖലയിൽ ദൈവം നമ്മളെ എളിമപ്പെടുത്തും. ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 23-ാമത്തെ നല്ലൊരു വചനം. നീ നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ അന്നു മുതൽ നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കപ്പെട്ടിരിക്കുന്നു.